നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ നമ്മൾ ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2026 ജനുവരി മാസത്തിലെ കേരളവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സിനകത്ത് പറയുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, ആസ്ഥ അക്കാഡമി കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. ഞാൻ ഇന്ന് ക്ലാസ്സിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട്. 2024 മുതൽ 2026 വരെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഈ പുസ്തകത്തിനകത്ത് വെച്ചിട്ടുള്ളത്. ആസ്ഥ അക്കാഡമിയുടെ പുസ്തകം വാങ്ങുന്നവർക്കറിയാം, അതിനകത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വയ്ക്കാറുള്ളൂ. രാമായണവും മഹാഭാരതവും ആക്കി നമ്മളെ പുസ്തകങ്ങളെ അവതരിപ്പിക്കാറില്ല. അപ്പോൾ ഈ പറഞ്ഞ പുസ്തകത്തിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വായിച്ച് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകം, ഒരു മടിയുമില്ലാതെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാനത് അത്രത്തോളം ആവേശത്തിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം എഴുതിയത് ഞാനാണ്. എങ്ങനെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങൾക്ക് ഗുണപ്പെടും. അത് മാത്രമല്ല, പുസ്തകത്തിന് വളരെ ചെറിയ ഒരു പ്രൈസേ ഉള്ളൂ. 135 രൂപ മാത്രമേ വിലയുള്ളൂ. 208 പേജുണ്ട്. 208 പേജ് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, ഇത് A5 സൈസിലുള്ള പുസ്തകമാണ്. അതായത് നമ്മുടെ റാങ്ക് ഫയൽ പോലെ വലിയ സൈസല്ല, ചെറിയ സൈസുള്ള പുസ്തകമാണ്. ഒരു ബാഗിനകത്തൊക്കെ ഇട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. അതിൻ്റെ പേയ്മെൻറ്റ് ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്. അതുവഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. QR കോഡ് വഴിയോ ഏതെങ്കിലും ഫോൺ നമ്പർ വഴിയോ ഒരു കാരണവശാലും പേയ്മെൻറ്റ് ചെയ്യരുത്. അതിന് ഞങ്ങൾ ഉത്തരവാദി ആയിരിക്കത്തില്ല. ഞങ്ങൾക്ക് ഒരു UPI ID ഉണ്ട്, QR.aastac@SIB. അപ്പോൾ ഈ പറഞ്ഞ UPI ID വഴി പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പുസ്തകം അയച്ചു തരും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിക്കുക. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ റൂട്ട് ഏതാണ്? അത് ഡൽഹി മുതൽ വാരണാസി വരെയുള്ള റൂട്ടാണ്, അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് ഡൽഹി മുതൽ വാരണാസി വരെയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് റൂട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തി മുതൽ ഹൗറ വരെയാണ്. ആസാമിലെ ഗുവാഹത്തി മുതൽ ഹൗറ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് റൂട്ട്, അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ആദ്യം പറഞ്ഞ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ലീപ്പർ ഫെസിലിറ്റി ഇല്ല. സ്ലീപ്പർ ഫെസിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് കിടന്നുറങ്ങി പോകാനൊക്കെയുള്ള സംവിധാനമുള്ള ട്രെയിൻ, അതായത് ബർത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ ഇപ്പോൾ ഉള്ള വന്ദേ ഭാരത് ട്രെയിനിലൊന്നും എന്തില്ല, ആ ബർത്ത് സംവിധാനമില്ല. അപ്പോൾ ആ ബർത്ത് സംവിധാനമുള്ള പുതിയ ഈ പറഞ്ഞ വന്ദേ ഭാരത് ട്രെയിനാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് ഏത് റൂട്ടിലാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഗുവാഹത്തി ഹൗറ റൂട്ടിലാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കണം. 2027 ആഗസ്റ്റ് ആവുമ്പോഴേക്കും ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടുമെന്നാണ് നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഏത് റൂട്ടിലാണ് എന്ന് ചോദിച്ചാൽ അതിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ്. മഹാരാഷ്ട്രയും ഗുജറാത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓടാൻ പോകുന്നത്, ബുള്ളറ്റ് ട്രെയിൻ ഓടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്.
ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് ഡൽഹി വാരണാസിയാണ്. രണ്ടാമത് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് റൂട്ട് എന്ന് പറയുന്നത് ഗുവാഹത്തി ഹൗറയാണ്. മൂന്നാമത് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 2027 ഓടും അല്ലേ, ഏതാണ്, ബുള്ളറ്റ് ട്രെയിൻ. അതിൻ്റെ റൂട്ട് ഏതെന്ന് ചോദിച്ചാൽ മുംബൈ അഹമ്മദാബാദ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യൻ തീര സംരക്ഷണ സേന. ഇന്ത്യൻ തീര സംരക്ഷണ സേന അഥവാ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? ഇന്ത്യൻ തീര സംരക്ഷണ സേന ആദ്യമായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച എന്താണ് മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് സമുദ്ര പ്രതാപ്. ഏതാണ്? സമുദ്ര പ്രതാപ്. അപ്പം അത് ഓർത്ത് വയ്ക്കണം. അതുപോലെ മറ്റൊരു കപ്പലിൻ്റെ പേര് കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഈ അടുത്ത കാലത്ത്, അതായത് 2026 ജനുവരിയിൽ നാവികസേനയുടെ ഒരു കപ്പൽ ലോക പര്യടനത്തിനായിട്ട്, സമുദ്ര പര്യടനത്തിനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ലോക പര്യടനത്തിനായിട്ട് പുറപ്പെട്ട നാവികസേനയുടെ ഒരു പരിശീലന കപ്പലുണ്ട്. ആ പരിശീലന കപ്പലാണ് INS സുദർശിനി. അപ്പോൾ 2026 ജനുവരിയിൽ നാവികസേനയുടെ ഒരു പരിശീലന കപ്പൽ എന്താണ് ലോക പര്യടനത്തിനായിട്ട് പുറപ്പെട്ടു അല്ലെ. ആ ലോക പര്യടനത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ലോകയാൻ. അപ്പോൾ ലോകയാൻ എന്ന പേരിൽ ലോക പര്യടനത്തിന് പുറപ്പെട്ട നാവികസേനയുടെ എന്താണ് പരിശീലന കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ INS സുദർശിനിയാണ് അല്ലെ. അപ്പൊ സമുദ്ര പ്രതാപ് വേറെ, INS സുദർശിനി വേറെ. ഇതുപോലെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ചു വന്ന നാവികസേനയുടെ വനിതാ കമാൻഡർമാരാണ് ആര്? കോഴിക്കോടുകാരി K ദിൽന. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതുശ്ശേരി സ്വദേശി A രൂപ അല്ലെ. അവരന്ന് സഞ്ചരിച്ച പായ്വഞ്ചിയുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, INSV തരുണി. INSV തരുണി. അപ്പോൾ എന്താണ് സമുദ്ര പ്രതാപ്, എന്താണ് INS സുദർശിനി, എന്താണ് INSV തരുണി, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആ പറഞ്ഞതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. ISROയുടെ 2026 ആദ്യത്തെ ദൗത്യം. ISROയുടെ 2026 ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ളതായിരുന്നു. ആ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് EOS-N1 എന്നാണ്. EOS-N1. EOS എന്ന് പറഞ്ഞാൽ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്. അതാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. EOS-N1 എന്ന് പറയുന്ന സാറ്റലൈറ്റിനെയും മറ്റ് 10-15ഓളം സാറ്റലൈറ്റുകളെയും ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ISROയുടെ 2026 പ്രഥമ ദൗത്യം. പക്ഷെ ആ പ്രഥമ ദൗത്യം പരാജയപ്പെട്ടു. അത് നമ്മൾ വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് PSLV C-62 റോക്കറ്റിലാണ്. PSLV C-62 റോക്കറ്റിലാണ്. അപ്പോൾ ആ ദൗത്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഇന്ത്യക്ക് അല്ലെങ്കിൽ ISROയ്ക്ക് എപ്പോഴും വിശ്വസ്തനായിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ് ഏത്? PSLV റോക്കറ്റ് അല്ലെ. പലതരത്തിലുള്ള ഈ പറഞ്ഞ വിക്ഷേപണ വാഹനങ്ങൾ ISROയ്ക്കുണ്ട്. LV-M Mark 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ PSLV, അതുപോലെ ഈ പറഞ്ഞ SSLV പോലുള്ള ഈ പറഞ്ഞ ലോഞ്ച് വെഹിക്കിൾസ് നമുക്കുണ്ട്. അതിൽ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള റോക്കറ്റ് എന്ന് കരുതുന്നത് PSLV റോക്കറ്റാണ്. അപ്പോൾ PSLV C-62 എന്ന് പറയുന്ന ദൗത്യം 2026 ജനുവരി മാസത്തിൽ പരാജയപ്പെട്ടു. അതിലൂടെ വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ആണ് ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റ് ആയിട്ടുള്ള EOS-N1. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, അന്വേഷ എന്നും അതിന് പേരുണ്ട്. എന്താണ്? അന്വേഷ അഥവാ EOS-N1. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. പ്രഥമ ദൗത്യം PSLV C-62 ആയിരുന്നു. അത് പരാജയപ്പെട്ടു. ആ പറഞ്ഞ ദൗത്യം പരാജയപ്പെട്ടു. നേരത്തെ 2025 PSLVയുടെ മറ്റൊരു ദൗത്യവും ഇതുപോലെ പരാജയപ്പെട്ടായിരുന്നു.
ഞാൻ പറഞ്ഞു ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള റോക്കറ്റാണ് PSLV എന്ന് പറഞ്ഞു. പക്ഷേ PSLVയുടെ ഈ അടുത്ത കാലത്തുള്ള 2 ദൗത്യങ്ങളും പരാജയപ്പെട്ടത് അത് രാജ്യത്തെയും അതുപോലെ ISROയെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ PSLV C-62, പിന്നെ അത് കഴിഞ്ഞിട്ട് വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രധാന ഉപഗ്രഹം EOS N-1. ശരി, അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട്, നീതി ആയോഗിൻ്റെ 2024-25 റിപ്പോർട്ട് പ്രകാരം കയറ്റുമതി സജ്ജമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, നല്ലൊരു ചോദ്യമാണ്. നീതി ആയോഗ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ആ ഭാഗത്ത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാം. അപ്പോൾ നീതി ആയോഗിൻ്റെ 2024-25 റിപ്പോർട്ട് പ്രകാരം കയറ്റുമതി സജ്ജമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? കയറ്റുമതി സജ്ജമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് എന്ന് ചോദിച്ചാൽ അത് 11-ാമതാണ്. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 11-ാമതാണ്. ആ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അല്ലെ? ആരുടെ റിപ്പോർട്ട്? നീതി ആയോഗിൻ്റെ റിപ്പോർട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ 2026 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 2026 ജനുവരി മാസത്തിൻ്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. എന്തായാലും ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരും. ജനുവരി മാസത്തിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ കൊടുത്ത് നിങ്ങളത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം നമുക്കറിയാം 2026 റിപ്പബ്ലിക് ദിനം. 2026 റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ് അല്ലേ? 2026 നമ്മളിപ്പോൾ ആചരിച്ച റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ്. നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 76 വരത്തുള്ളൂ. പക്ഷെ 950 ആദ്യത്തെ റിപ്പബ്ലിക് ദിനമാണ്. 951 ആകുമ്പോൾ 2ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. അങ്ങനെ കൂട്ടി വരുമ്പോൾ ഇപ്പോൾ 77ാമത് റിപ്പബ്ലിക് ദിനം. ഈ റിപ്പബ്ലിക് ദിനത്തിൽ 77ാമത് റിപ്പബ്ലിക് ദിനം 2026 ജനുവരി അല്ലെ? ഈ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? മുഖ്യ അതിഥി എന്നല്ല പറയേണ്ടത്, മുഖ്യ അതിഥികൾ ആരായിരുന്നു എന്ന് പറയണം. കാരണം 2 പേരുണ്ടായിരുന്നു. മുഖ്യ അതിഥികൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷ ഉർസുല വോൺ ഒരു അതിഥിയായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? അന്റോണിയോ കോസ്റ്റ. അയാള് എന്തായിരുന്നു? ഈ പറഞ്ഞ മറ്റൊരു അതിഥിയായിരുന്നു. അപ്പോൾ 2026 ജനുവരിയിലെ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികളായിട്ട് എത്തിയത് 2 പേരാണ്. ഒന്ന് യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷ, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വനിത എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ. അപ്പൊ ആ പറഞ്ഞ 2 പേരുകളും ഇവിടെ ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇപ്പോൾ റിപ്പബ്ലിക് ദിനമായാലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനമായാലും അതിനോടൊപ്പം തന്നെ ഒരു പ്രമേയവും കൂടി നൽകും. അപ്പോൾ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു രീതിയാണ്. അതുപോലെ 2026 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരം. അതുപോലെ സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത്. അപ്പോൾ 2026 അതായത് 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരം, അതുപോലെ സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം ആചരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ? അപ്പോൾ സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരം, അതുപോലെ സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത്, അതായിരുന്നു പ്രമേയം.
ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും അല്ലെ. നമുക്കറിയാം ഈ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്ന പുരസ്കാരം. ഈ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്ന പുരസ്കാരം. ആ ഭാരതരത്ന പുരസ്കാരത്തിന് തൊട്ട് താഴെയാണ് പത്മവിഭൂഷൺ, അതിന് തൊട്ട് താഴെയാണ് പത്മഭൂഷൺ, അതിനും താഴെയാണ് പത്മശ്രീ അല്ലെ. അപ്പോൾ ഏറ്റവും മുകളിൽ എന്താണ്? അത് ഭാരതരത്നയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഭാരതരത്ന 5 പേർക്ക് കിട്ടിയ കാര്യമൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2026 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഭാരതരത്ന മുകളിൽ, അതിന് താഴെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അപ്പോൾ 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും ഉയർന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും ഉയർന്നത് ഏതാണ്? പത്മവിഭൂഷണാണ് അല്ലെ. ഏറ്റവും ഉയർന്ന പുരസ്കാരം പത്മവിഭൂഷണാണ്. 2026 എത്ര പേർക്കാണ് രാഷ്ട്രം പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചത് എന്ന് ചോദിച്ചാൽ 5 പേരെയാണ് പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചത്. അതിനകത്ത് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 5 പേരിൽ 4 പേരും മലയാളികളാണ്. അതായത് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച 5 പേരിൽ 4 പേരും മലയാളികളാണ്. ആരൊക്കെയാണ് ആ പറഞ്ഞ 5 പേർ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അല്ലെ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ്, അദ്ദേഹം മരണപ്പെട്ടു അല്ലെ, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഏത് ലഭിച്ചത്? പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കും, 2026 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? അച്യുതാനന്ദനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊന്ന്, ഒരു ന്യായാധിപനാണ് KT തോമസ്, ജസ്റ്റിസ് KT തോമസ്. മലയാളി ആയിട്ടുള്ള ന്യായാധിപനാണ്, ജഡ്ജാണ്. ആര്? KT തോമസ്, KT തോമസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് N രാജം. N രാജം എന്ന് പറയുന്നത് ഒരു വനിതയാണ്, വയലിനിസ്റ്റാണ്. N രാജം ഒരു വയലിനിസ്റ്റാണ്. അവർ മലയാളിയാണ്. പക്ഷേ ഇപ്പോൾ അവർ താമസിക്കുന്നതൊക്കെ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് സർക്കാരാണ് അവരെ ഈ പറഞ്ഞ പത്മവിഭൂഷന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തത്. പക്ഷെ അവർ മലയാളിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? എത്ര മലയാളികൾ എന്നുള്ളതാണ്. അപ്പോൾ N രാജം എന്ന് പറയുമ്പോൾ അവരുടെ വേരുകളെല്ലാം എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ അവർ മലയാളിയാണ്. അപ്പോൾ അച്യുതാനന്ദന് കിട്ടിയിട്ടുണ്ട്, KT തോമസിന് കിട്ടിയിട്ടുണ്ട്, N രാജം മലയാളി. പിന്നെ അത് കഴിഞ്ഞിട്ട് P നാരായണൻ. P നാരായണൻ എന്ന് പറയുന്നത് പത്രാധിപരാണ്. ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള P നാരായണൻ. അപ്പോൾ 2026 5 പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ആ 5 പേരിൽ 4 പേരും മലയാളികളാണ്. അതിൽ മരണാനന്തരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 പേർ ആരൊക്കെ? അതിൽ ഒന്നാണ് പറഞ്ഞത് ജസ്റ്റിസ് KT തോമസ്. വേറൊരാള് ആരാണ്? N രാജം, വയലിനിസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് P നാരായണൻ, പത്രാധിപരാണ്. ജന്മഭൂമി പത്രത്തിൻ്റെ പത്രാധിപരാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾ എന്ന് പറയുമ്പോൾ മലയാളി അല്ലാത്ത ഒരാളാണ് അല്ലെ. അത് അറിയപ്പെടുന്ന ഹിന്ദി ചലച്ചിത്ര താരമാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനും മരണാനന്തര പുരസ്കാരമായിട്ടാണ് ഏത് കിട്ടിയത്? പത്മവിഭൂഷൺ കിട്ടിയത്. പക്ഷെ അദ്ദേഹം മലയാളിയല്ല. അപ്പോൾ മലയാളിയായിട്ടുള്ള മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ്. അതേസമയം ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തരമാണ് ലഭിച്ചത്. അദ്ദേഹം ഒരു ബോളിവുഡ് ചലച്ചിത്ര താരമായിരുന്നു. അപ്പോൾ 5 പേരുടെ പേരെന്ത് ചെയ്യണം? ഹൃദിസ്ഥമാക്കണം. അത് തിരിച്ചും മറിച്ചും ചോദിക്കും, ഉത്തരം എഴുതാനായിട്ട് പറ്റണം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ 2026 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എന്തിന് ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. അവിടെ നിന്നാണ് ആ ഒരു ചോദ്യം വരുന്നത്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പത്മഭൂഷൺ പുരസ്കാരം. പത്മഭൂഷൺ പുരസ്കാരം ഇത്തവണ 13 പേർക്കാണ് നൽകിയത്. പത്മഭൂഷൺ പുരസ്കാരം 13 പേർക്കാണ് നൽകിയത്. അതിൽ 2 പേർ മലയാളികളാണ്.
പത്മഭൂഷൺ പുരസ്കാരം 13 പേർക്ക് നൽകി അല്ലെ. പത്മവിഭൂഷൺ 5 പേർക്ക് നൽകി. പത്മഭൂഷൺ പുരസ്കാരം 13 പേർക്ക് നൽകി. ആ 13 പേർക്ക് നൽകിയതിൽ 2 പേർ മലയാളികളാണ്. ആരാണ് ആ 2 മലയാളികൾ? എളുപ്പമാണ്. ഒന്ന് നടൻ മമ്മൂട്ടിയാണ്, വേറൊന്ന് SNDP യോഗത്തിന്റെ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. മലയാളികൾ അല്ലെ. വേറെയും ആൾക്കാരുണ്ട്. വേറെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ മലയാളികളല്ല. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് പീയൂഷ് പാണ്ഡെ. 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയാണ് പീയൂഷ് പാണ്ഡെ. മരണാനന്തരമാണ് ലഭിച്ചത്. പീയൂഷ് പാണ്ഡെയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പരസ്യ ചിത്രീകരണ രംഗത്തെ അതികായകൻ എന്നറിയപ്പെടുന്ന പീയൂഷ് പാണ്ഡെ എന്ന് നമ്മൾ പറഞ്ഞു. 2025 മരണപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ഫെവിക്കോളിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. വളരെ കാച്ചിങ് ആയിട്ടുള്ള പരസ്യം. ആ പരസ്യമൊക്കെ ചെയ്തത് പീയൂഷ് പാണ്ഡെയാണ്. ആ പീയൂഷ് പാണ്ഡെക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിബു സോറൻ നമുക്കറിയാം, ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഷിബു സോറൻ. മരണപ്പെട്ടു. അദ്ദേഹത്തിനും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ബോളിവുഡ് പിന്നണി ഗായികയാണ് അൽക്ക യാഗ്നിക്. അറിയപ്പെടുന്ന ബോളിവുഡ് പിന്നണി ഗായികയാണ്. അവർ പാടിയ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. അൽക്ക യാഗ്നിക്, അവർക്കും എന്ത് കിട്ടി? പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2026 പത്മഭൂഷൺ പുരസ്കാരം എത്ര പേർക്കാണ് ലഭിച്ചത്? 13 പേർക്കാണ്. അതിൽ എത്ര പേർ മലയാളികൾ? 2 പേർ. ആരൊക്കെ? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട പേരുകളാണ് പറഞ്ഞത്. പീയൂഷ് പാണ്ഡെ, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്. അപ്പോൾ ആ പേരുകളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 എത്ര പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 113 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അതിൽ 2 പേർ മലയാളികളാണ്. പത്മശ്രീ പുരസ്കാരം എത്ര മലയാളികൾക്ക് ഇത്തവണ കിട്ടി എന്ന് ചോദിച്ചാൽ 2 പേർക്കാണ്. ഒന്ന് ഒരു പരിസ്ഥിതി പ്രവർത്തക ദേവകിയമ്മ. ആലപ്പുഴക്കാരിയാണ്. ഒരുപാട് മരങ്ങളൊക്കെ നട്ടു വളർത്തിയ ഒരു വനിതയാണ്. ആര്? ദേവകിയമ്മ, ആലപ്പുഴക്കാരി. അവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നർത്തകി കലാമണ്ഡലം വിമല മേനോൻ. അപ്പൊ ഇവർ 2 പേര് മലയാളികളാണ്. 113 പേർക്ക് മൊത്തം പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾ എത്ര പേരാണ്? മലയാളികൾ 2 പേരാണ്. പത്മഭൂഷൺ പുരസ്കാരം എത്ര പേർക്കാണ് കിട്ടിയത്? 2 മലയാളികൾക്കാണ് കിട്ടിയത്. പത്മവിഭൂഷൺ പുരസ്കാരം എത്ര മലയാളികൾക്കാണ് കിട്ടിയത്? 4 മലയാളികൾക്കാണ് കിട്ടിയത്. പത്മവിഭൂഷൺ പുരസ്കാരം ഇത്തവണ എത്ര പേർക്കാണ് കൊടുത്തത്? 5 പേർക്കാണ് കൊടുത്തത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് 2026 113 പേർക്ക് പത്മശ്രീ പുരസ്കാരം കൊടുത്തു എന്ന് പറഞ്ഞു. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് രോഹിത് ശർമ്മ അല്ലെ. രോഹിത് ശർമ്മ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരമാണ് എന്ന് നിങ്ങൾക്കറിയാം. രോഹിത് ശർമ്മയ്ക്ക് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് താരമാണ്. അതുപോലെ തന്നെ ഹർമൻപ്രീത് കൗർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യൻ വനിതാ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. 2025 വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യക്കാണ് ലഭിച്ചത്. ആ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹർമൻപ്രീത് കൗർ. അപ്പോൾ 2026 113 പേർക്ക് പത്മശ്രീ പുരസ്കാരം നൽകിയപ്പോൾ അതിൽ 2 ക്രിക്കറ്റ് താരങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആരാണ്? രോഹിത് ഗുരുനാഥ് ശർമ്മ അഥവാ രോഹിത് ശർമ്മ. 2 ഹർമൻപ്രീത് കൗർ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് നമുക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്ന പുരസ്കാരം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ പരംവീർ ചക്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരമാണ് പരംവീർ ചക്ര. പക്ഷേ ഈ പരംവീർ ചക്ര പുരസ്കാരം എപ്പോഴാണ് കൊടുക്കുന്നത്? യുദ്ധസമയത്താണ് എപ്പോഴും പരംവീർ ചക്ര നൽകുന്നത്. അല്ലാതെയുള്ള സമാധാന കാലഘട്ടത്തിൽ പരംവീർ ചക്ര പുരസ്കാരം നൽകാറില്ല.
പരംവീർ ചക്രയ്ക്ക് തൊട്ട് താഴെയുള്ള ഒരു സൈനിക പുരസ്കാരമാണ് അശോക ചക്ര പുരസ്കാരം. സമാധാന കാലഘട്ടത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം അശോക ചക്രയാണ്. സാധാരണ യുദ്ധസമയത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത്? പരംവീർ ചക്ര. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്നയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരം പരംവീർ ചക്രയാണ്. സമാധാന കാലഘട്ടത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അശോക ചക്ര പുരസ്കാരമാണ്. 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അശോക ചക്ര പുരസ്കാരം നൽകിയിട്ടുണ്ട്. അതാർക്കാണ് ലഭിച്ചത് എന്നുള്ളത് നല്ല ചോദ്യമാണ്. ശുഭാംശു ശുക്ല, ഇന്ത്യൻ ആസ്ട്രോണോട്ടാണ്. ആര്? ശുഭാംശു ശുക്ല. നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, അല്ലെ? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ആക്സിയം 4 എന്ന് പറയുന്ന മിഷൻ, അല്ലെ? എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ആക്സിയം 4 എന്ന് പറയുന്ന ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ ആസ്ട്രോണോട്ടാണ് ആര്? ശുഭാംശു ശുക്ല. അദ്ദേഹത്തിനാണ് 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചത്. ഇനി അശോക ചക്ര പുരസ്കാരത്തിന് താഴെയുള്ള മറ്റൊരു പുരസ്കാരമാണ് കീർത്തി ചക്ര പുരസ്കാരം. കീർത്തി ചക്ര സൈനിക പുരസ്കാരമാണ്. 2026 കീർത്തി ചക്ര പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഈ പേര് നിങ്ങൾക്ക് പരിചയമുണ്ട്. ISROയുടെ ഒരു ദൗത്യമുണ്ട്, ഗഗൻയാൻ ദൗത്യം, അല്ലെ? ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിച്ച് സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗഗൻയാൻ ദൗത്യം. ആ ഗഗൻയാൻ ദൗത്യത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരിൽ മലയാളി ആയിട്ടുള്ള ആളാണ് ആര്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അപ്പൊ ആ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തി ചക്ര പുരസ്കാരം ലഭിച്ചു, അല്ലെ? അപ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് ലഭിച്ചത് അശോക ചക്രയാണ്. അതേസമയം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ലഭിച്ചത് ഏതാണ്? കീർത്തി ചക്രയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് റിപ്പബ്ലിക് ദിനം. 2026 റിപ്പബ്ലിക് ദിനം. ആ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ടാബ്ലോകളും എന്ത് ചെയ്യാറുണ്ട്? അവതരിപ്പിക്കാറുണ്ട്. നിശ്ചല ദൃശ്യങ്ങൾ, അല്ലെ? പരേഡുമായി ബന്ധപ്പെട്ട് പരേഡിന് ഈ പറഞ്ഞ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ടാബ്ലോകൾ എന്ത് ചെയ്യും? പോകും, നിശ്ചല ദൃശ്യങ്ങൾ പോകും. അതിൽ ഈ പറഞ്ഞ കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യവും പ്രദർശിപ്പിക്കപ്പെട്ടു. 2026 റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ച് ഉള്ള നിശ്ചല ദൃശ്യം ടാബ്ലോ, അതിൽ കേരളത്തിൻ്റെ ടാബ്ലോയും ഉണ്ടായിരുന്നു. ആ അവതരിപ്പിച്ച ടാബ്ലോയുടെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരത. ഇതായിരുന്നു തീം, അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ വരുന്നത് കേരളത്തിലാണല്ലോ, കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ തീം, വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും. അപ്പോൾ 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്ന ടാബ്ലോകളിൽ നിശ്ചല ദൃശ്യത്തിൽ കേരളത്തിന് 3ാം സ്ഥാനം ലഭിച്ചു. ഈ നിശ്ചല ദൃശ്യത്തിന് നമുക്ക് 3ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ 1ാം സ്ഥാനം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിന്റെ ടാബ്ലോയ്ക്കാണ് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്, അല്ലെ? അത് മഹാരാഷ്ട്രയ്ക്കാണ്. 1ാം സ്ഥാനം ലഭിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ്. 2ാം സ്ഥാനം ലഭിച്ചത് ജമ്മു കാശ്മീരിന്റെ ടാബ്ലോയ്ക്കാണ്. 3ാം സ്ഥാനമാണ് കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് ലഭിച്ചത്. അപ്പൊ അതിന്റെ തീമായിരുന്നു വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും. ഇനി അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കണം. 2026 റിപ്പബ്ലിക് ദിനം, അതിനകത്ത് പരേഡ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ പരേഡിൽ ആദ്യമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഒരു ചെറിയ സൈനിക സംഘം കൂടി പങ്കെടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ വിദേശത്തു നിന്നുള്ള ഒരു സൈനിക സംഘം പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പറഞ്ഞ 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ജനുവരിയിൽ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരാണ്? 2026 ജനുവരിയിൽ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരാണ്? നിങ്ങൾക്കറിയാം, അത് അജിത് പവാറാണ്, അല്ലെ? മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നേതാവാണ് NCP കാരനായിട്ടുള്ള അജിത് പവാർ,
അല്ലെ. അപ്പൊ 2026 ജനുവരിയിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അജിത് പവാർ ആണ്. ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നതും അജിത് പവാർ ആണ് എന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റിലോട്ട് വരാം. വിജയ് ഹസാരെ ട്രോഫി ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ് ഏത്? വിജയ് ഹസാരെ ട്രോഫി ടൂർണമെൻറ്റ്. വിജയ് ഹസാരെ ഇന്ത്യയുടെ ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം. ഇന്ത്യയുടെ ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് മത്സര ടൂർണമെൻ്റ് ആണ് വിജയ് ഹസാരെ ട്രോഫി ടൂർണമെൻറ്റ്. 2025-26 വിജയ് ഹസാരെ ട്രോഫി ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ വിദർഭ ടീമിനാണ് ലഭിച്ചത്. വിദർഭ ടീം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു ടീമാണ് വിദർഭ ടീം. മഹാരാഷ്ട്രയിൽ ബോംബെ ക്രിക്കറ്റ് ടീമുണ്ട്, അതുപോലെ തന്നെ വിദർഭ ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയുടെ ക്രിക്കറ്റ് ടീമാണ് ഈ പറഞ്ഞ വിദർഭ. അപ്പോൾ 2025-26 വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അതിൽ ജേതാക്കളായത് വിദർഭ എന്ന് പറയുന്ന ടീമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇതുപോലെ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2025 സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെൻറ്റ്, അതും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെൻ്റാണ്. അത് 2020 ക്രിക്കറ്റ് ടൂർണമെൻ്റാണ്. ഇന്ത്യയുടെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെൻ്റാണ് സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെൻറ്റ്. അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻ്റാണ് വിജയ് ഹസാരെ ടൂർണമെൻറ്റ്. അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര ടെസ്റ്റ് ക്രിക്കറ്റ് മത്സര ടൂർണമെൻ്റ് ആണ് ഏത്? അതാണ് രഞ്ജി ട്രോഫി, അല്ലെ? രഞ്ജി ട്രോഫി ടൂർണമെൻറ്റ്. രഞ്ജി ട്രോഫിയുടെ മത്സരങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഫെബ്രുവരി ആകുമ്പോഴേ അതിൻ്റെ ഫൈനൽ നടക്കൂ. അപ്പോൾ ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി 2020 കിരീടം നേടിയിരിക്കുന്നത് ജാർഖണ്ഡാണ്. സയ്യിദ് മുഷ്താഖ് അലി 2020 കിരീടം നേടിയിരിക്കുന്ന ടീം ഏതാണ്? ജാർഖണ്ഡാണ്. അതേസമയം വിജയ് ഹസാരെ ഏകദിന ടൂർണമെന്റ് ജയിച്ചിരിക്കുന്നത് വിദർഭയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ആരാണ് നിക്കോളാസ് മഡുറോ എന്ന് നിങ്ങൾക്ക് അറിയാം. നിക്കോളാസ് മഡുറോ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് നിക്കോളാസ് മഡുറോ, അല്ലെ? തുടർച്ചയായിട്ട് 3ാമത്തെ തവണ ഇപ്പോഴും ഈ പറഞ്ഞ വെനിസ്വേലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് നിക്കോളാസ് മഡുറോ. എന്താണ് നിക്കോളാസ് മഡുറോയുമായി ബന്ധപ്പെട്ട 2026 ജനുവരിയിലെ വാർത്ത? ഈ നിക്കോളാസ് മഡുറോയെ അമേരിക്കയുടെ പട്ടാളം എവിടെ നിന്ന്? വെനിസ്വേലയിൽ നിന്ന് പിടിച്ച് എവിടെ കൊണ്ടുപോയി? ന്യൂയോർക്കിലോട്ട് കൊണ്ടുപോയി. ആ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞു കാണും, അല്ലെ? അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന സൈനിക ഗ്രൂപ്പ് വെനിസ്വേലയിൽ കടന്ന് പ്രസിഡന്റിനെ ബന്ദിയാക്കി എവിടോട്ട്? ന്യൂയോർക്കിലോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വാർത്തയായിരുന്നു. അപ്പോൾ നിക്കോളാസ് മഡുറോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു? ആ സംഭവം എന്താണ് എന്നുള്ളത് ഓർക്കണം. വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നു നിക്കോളാസ് മഡുറോ. അവിടെ വേറൊരു കാര്യം കൂടി ഓർക്കണം. ആ പറഞ്ഞ അതിനകത്തുള്ള രാഷ്ട്രീയം, വേറെയും ചില രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ വെനിസ്വേലയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ വെനിസ്വേലയാണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, നിക്കോളാസ് മഡുറോ. അപ്പോൾ നിക്കോളാസ് മഡുറോയെ ആര് തട്ടിക്കൊണ്ടുപോയി? അമേരിക്ക തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ളത് ഒരു താൽക്കാലിക ഗവൺമെൻറ് ആണ്. ആ താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ഭരണത്തലവൻ അല്ലെങ്കിൽ വെനിസ്വേലയുടെ ഇപ്പോഴത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരാണ് എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. ഡെൽസി റോഡ്രിഗസ് ആണ്. ആരാണ്? ഡെൽസി റോഡ്രിഗസ് ആണ് ഇപ്പോഴും വെനിസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റ്. നിക്കോളാസ് മഡുറോ പോയി, അതിന് പകരം താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഡെൽസി റോഡ്രിഗസ് ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. അതുപോലെ തന്നെ ഗുസ്താവോ പെട്ര, ഈ പേര് ലോകത്തിന്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഈ പേര് അറിയണം. ഗുസ്താവോ പെട്ര ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ഗുസ്താവോ പെട്ര ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ കൊളംബിയയുടെ പ്രസിഡന്റ് ആണ് ഗുസ്താവോ പെട്ര. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ. വെനിസ്വേലയ്ക്ക് വരുന്നത് ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്, അതായത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ ആ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണ് കൊളംബിയ. ഈ കൊളംബിയയുടെ പ്രസിഡന്റ് ആരാണ്? ഗുസ്താവോ പെട്ര.
ട്രംപിൻ്റെ നോട്ടപ്പുള്ളിയാണ്, ഏത് സമയം ഇയാളെയും തട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു വെക്കുക. ഗുസ്താവോ പെട്ര ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ കൊളംബിയയുടെ പ്രസിഡന്റാണ്. അതുപോലെ അവിടെ ഓർക്കേണ്ട മറ്റൊരു പേരുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മെക്സിക്കോയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഒരു വനിതയാണ് അല്ലെ, ക്ലോഡിയ ഷെൻബോം. ക്ലോഡിയ ഷെൻബോം ആണ് മെക്സിക്കോയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അവരും ഈ പറഞ്ഞ അമേരിക്കയുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്, വാർത്തകളിലാണ്. ക്ലോഡിയ ഷെൻബോം മെക്സിക്കോയുടെ പ്രസിഡന്റ്, ഗുസ്താവോ പെട്ര കൊളംബിയയുടെ പ്രസിഡന്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെൽസി റോഡ്രിഗസ് ഇപ്പോഴും വെനിസുലയുടെ താൽക്കാലിക പ്രസിഡന്റ്. ഏത് വെനിസുലയുടെ പ്രസിഡന്റിനെയാണ് തട്ടിക്കൊണ്ടുപോയത്? അത് നിക്കോളാസ് മഡുറോയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കുക. തട്ടിക്കൊണ്ടുപോയ ആ സൈനിക സംഘം ഏതാണ്? ഡെൽറ്റ ഫോഴ്സ് എന്നാണ് അതിനെ പറയുന്നത്, ഡെൽറ്റ ഫോഴ്സ്. ശരി, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. 2026 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. 2026 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ കിരീടം നേടിയത് ഏത് ആഫ്രിക്കൻ രാജ്യമാണ്? അല്ലെ, ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് എന്നാണ്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. 2026 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സെനഗൽ എന്ന് പറയുന്ന രാജ്യമാണ്. നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുട്ബോളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ള ഒരു ചോദ്യകർത്താവാണെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ 2026 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കിരീടം നേടിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് സെനഗലാണ് എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയുള്ള കാലത്തെ പരീക്ഷകൾക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യ മേഖലയുണ്ട്. 2026 ഐക്യരാഷ്ട്ര സംഘടന എന്ത് വർഷമായിട്ട് ആചരിക്കുന്നു? 2026 ഐക്യരാഷ്ട്ര സംഘടന എന്ത് വർഷമായി ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 വിഷയങ്ങളുണ്ട്. ഒന്ന്, വനിതാ കർഷകരുടെ വർഷമായിട്ട് ആചരിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ കർഷകരുടെ വർഷമായിട്ട് 2026 ആചരിക്കുന്നു. അതുപോലെ തന്നെ 2026 മേച്ചിൽ ഇടങ്ങളുടെയും ഇടയന്മാരുടെയും വർഷമായിട്ടും ആചരിക്കുന്നു. അന്താരാഷ്ട്ര മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷമായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തിനുള്ള സന്നദ്ധ ഭടന്മാരുടെ വർഷമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ 2026 3 തരത്തിലാണ് ആചരിക്കപ്പെടുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര വനിതാ കർഷകരുടെ വർഷം. 2, മേച്ചിൽ ഇടങ്ങളുടെയും ഇടയന്മാരുടെയും വർഷമായിട്ട് ആചരിക്കുന്നു. 3, സുസ്ഥിര വികസനത്തിനുള്ള സന്നദ്ധ ഭടന്മാരുടെ വർഷമായിട്ട് ആചരിക്കപ്പെടുന്നു. അപ്പോൾ 2026. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചത് ഇന്ത്യയുമായും ലോകവുമായും ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. ഞാൻ ഈ ക്ലാസ്സിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി നിറയ്ക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കുന്നതേയില്ല. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു നിറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തു ചെയ്യും? മുങ്ങിപ്പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ക്ലാസ്സുകളിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. അല്ലാതെയുള്ള കാര്യങ്ങളുണ്ട്, അത് നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. അല്ലെങ്കിൽ ആസ്ഥ അക്കാഡമിയുടെ പുസ്തകമുണ്ട്, ആ പുസ്തകം വാങ്ങിച്ചാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും നോട്ട് ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ക്ലാസ് ഗുണകരമാകുന്നുണ്ടോ, നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഈ ചാനലിനെ കൂടുതൽ പേരിലോട്ട് എത്തിക്കുക. അതൊക്കെ ചെയ്യുന്നതിലൂടെ ഞങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.